ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഷുഡ് എന്ന മോഡൽ വേർബും ചില സെമി മോഡൽ വേർബുകളും ആണ്. ഷുഡ്, ought to, supposed to ആൻഡ് had better. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ മീനിങ് നോക്കുമ്പോൾ വളരെ സിമിലർ ആണ്. പക്ഷേ വളരെ എക്സാക്ട്ലി അത് സെയിം ആണ് എന്ന് പറയാൻ പറ്റില്ല. അത് ഉപയോഗിക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അത് മനസ്സിലാക്കിയിരുന്നാലേ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മളതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്നു. ആദ്യം നമുക്ക് ഷുഡ് നോക്കാം. ഷുഡ് എന്നത് ഒരു മോഡൽ വേർബ് ആണ്. ഷുഡിൻ്റെ എങ്ങനെയാണ് ഷുഡ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ഡിഫറെൻറ്റ് വേയ്സിലാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് മറ്റുള്ള വേർബ്സൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഷുഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അഡ്വൈസ്, ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് നമുക്ക് ഒരാളെ ഉപദേശിക്കുമ്പോൾ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് ബൈ ദ ഗ്രീൻ സാരി. ആ ഗ്രീൻ സാരി വാങ്ങണം. ഇറ്റ് സ്യൂട്ട്സ് യു വെൽ. അത് നിങ്ങൾക്ക് നന്നായി യോജിക്കുന്നു. അതായത് ഒരു സാരിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് പറയാം. അങ്ങനെ അതൊരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ യു ഷുഡ് ചൂസ് ദ ഗ്രീൻ സാരി എന്ന്. അവിടെ ഷുഡ്, അത് കഴിഞ്ഞിട്ട് ചൂസ്, വേർബിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഷുഡ് കഴിഞ്ഞിട്ട്. ഇത് നമ്മൾ ഒരാളെ ഉപദേശിക്കുന്നതാണ്. യു ഷുഡിൻറ്റ് ഗോ ടു ബെഡ് സോ ലേറ്റ്, ഇറ്റ്സ് ബാഡ് ഫോർ യു. യു ഷുഡിൻറ്റ് ഗോ ടു ബെഡ് സോ ലേറ്റ്, ഇറ്റ്സ് ബാഡ് ഫോർ യു. വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നത് നല്ലതല്ല, അത് നിങ്ങൾക്ക് ഇറ്റ്സ് ബാഡ് ഫോർ യു, അത് നല്ലതല്ല നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. യു ഷുഡിൻറ്റ് ഗോ ടു ബെഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളൊരാളെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഇനി ഷുഡ് നമുക്ക് ഒരു അഭിപ്രായം പറയാൻ, ഒപ്പീനിയൻ, അതിനുപയോഗിക്കാം. എവരിവൺ ഷുഡ് വാച്ച് ദ മൂവി, ഇറ്റ്സ് അമേസിങ്. എല്ലാവരും ആ മൂവി കാണണം, അത് അത്രയ്ക്ക് നല്ലതാണ്. അത് നമ്മുടെ അഭിപ്രായമാണ്. എവരിവൺ ഷുഡ് വാച്ച് എന്ന ഒരു ബേസ് ഫോം അവിടെ ഉപയോഗിച്ചു, ബേസ് ഫോം ഓഫ് എ വേർബ്. നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. ഇനി ഷുഡ് നമുക്ക് പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ ഷുഡ് ഹാവ് എന്നുപയോഗിക്കാം. ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന്, ഒരാൾ ചെയ്ത കാര്യം അതങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ നമുക്ക് ഇതുപയോഗിക്കാം. അത് ഒരാളെ ഒരു വിമർശനത്തിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു, അവിടെ പോകണമായിരുന്നു, അവിടെ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയില്ലേ, അവിടെയും നമുക്ക് ഈ ഷുഡിൻ്റെ ഉപയോഗമുണ്ട്. അത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമുക്ക് ഷുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ഹാവ് വിസിറ്റഡ് ഹിം. നീ അവനെ വിസിറ്റ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല. അപ്പോൾ നീ അവനെ വിസിറ്റ് ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യു ഷുഡ് ഹാവ് കം ഹിയർ. നീ ഇവിടെ വരണമായിരുന്നു, വന്നില്ല. യു ഷുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. യു ഷുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ ഡൺ എന്ന് പറയുന്നത് ഡു എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇത് പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങൾക്കാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം അവിടെ ഉപയോഗിക്കാം. അവിടെയും ഷുഡിൻ്റെ ഒരു ഉപയോഗം ഉണ്ട്. ഇനി നമുക്ക് സ്വയം ഒരു കാര്യം ചെയ്തു പോയതിനെപ്പറ്റി നമുക്ക് റിഗ്രറ്റ് തോന്നും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനവിടെ പോകണമായിരുന്നു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് സ്വയം തോന്നുന്ന ഒരു പശ്ചാത്താപം, ഒരു റിഗ്രറ്റ്, അവിടെയും നമുക്കിത് ഉപയോഗിക്കാം. ഐ ഷുഡിൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. ഞാൻ അത് പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡ് ഹാവ് സെഡ് ദാറ്റ്. ഞാനത് പറയണമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഷുഡ് ഉപയോഗിക്കാം. അപ്പോൾ ഷുഡ് അഡ്വൈസ് ചെയ്യാൻ ഉപയോഗിക്കാം, നമ്മുടെ ഒപ്പീനിയൻ പറയാൻ ഉപയോഗിക്കാം, നമ്മൾക്കൊരാളെ ക്രിറ്റിസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു റിഗ്രറ്റ് തോന്നുമ്പോൾ അവിടെയും നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇതെല്ലാം തമ്മിൽ കണക്റ്റ് ആവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇവിടെ നമ്മളെല്ലാം നമുക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്.
ഇപ്പോൾ ആ സാരി ഗ്രീൻ സാരി എടുക്കൂ, അത് നിനക്ക് നന്നായി സ്യൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരാൾ ഉപദേശിക്കുകയാണ്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. യു ഷുഡ് വാച്ച് ദ മൂവി എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ്, നമുക്ക് നല്ലതായി തോന്നി അതുകൊണ്ട് നിങ്ങളത് കാണണം എന്ന് പറയുന്നത് നമുക്ക് സ്വയം എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് എക്സ്പ്രസ് ചെയ്യുന്നിടത്താണ് ഈ ഷുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷുഡ് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ought to. ought to എന്നത് ഒരു സെമി മോഡൽ വേർബ് ആണ്. ഷുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ought to ഉപയോഗിക്കാം. പക്ഷേ ചില വ്യത്യാസങ്ങൾ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ. യു ഷുഡ് ബൈ ദ ഗ്രീൻ സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സാരി വാങ്ങണം, ആ ഗ്രീൻ സാരി വാങ്ങണം എന്നല്ലേ. അതുപോലെ തന്നെ ആ ഷുഡിനെ മാറ്റി നമുക്ക് യു ought to ബൈ ദ ഗ്രീൻ സാരി എന്ന് പറയാം. അത് കറക്റ്റായ സെൻറ്റൻസ് തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ്. യു ഷുഡ് വാച്ച് ദ മൂവി എന്ന് പറയുമ്പോൾ ആ മൂവി നിങ്ങൾ വാച്ച് ചെയ്യണമെന്നല്ലേ. യു ought to വാച്ച് ദ മൂവി എന്ന് പറഞ്ഞാലും അതും കറക്റ്റ് തന്നെ, സെയിം മീനിങ് തന്നെ. പക്ഷേ ought to എന്നത് കുറച്ച് ഫോർമൽ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഷുഡിനേക്കാളും കുറച്ചുകൂടി ഫോർമൽ ആണ് അത്. പിന്നെ അത് ഒരു ഓൾഡ് ഫാഷൻഡ് ആണ്. അത് യൂസ് ചെയ്യുക എന്നത് ഒരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള രീതിയാണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കാറില്ല. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം നോക്കുമ്പോൾ ഷുഡ് ആണെങ്കിൽ നമുക്ക് ഷുഡിൻറ്റ് എന്ന് ഉപയോഗിക്കാം. ഷുഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ടൻഡ് ഫോം. പക്ഷേ അപ്പോൾ ഷുഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് യു ഷുഡിൻറ്റ് ഗോ ദർ, നീ അവിടെ പോകരുത് എന്നാണ് ഒരു ഉപദേശം. പക്ഷേ അത് ought to ഉപയോഗിക്കുമ്പോൾ യു ought not to go there, you ought not to go there എന്നാണ് പറയുക. ought കഴിഞ്ഞിട്ട് ought to not അല്ല, ought not to അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള തോന്നുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഷുഡിൻറ്റ് ഉപയോഗിക്കാം. പിന്നെ പാസ്റ്റ് ടെൻസിൽ ഷുഡ് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഷുഡ് ഹാവ് പ്ലസ് V3. യു ഷുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ നമുക്ക് ought to എന്നതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ യു ought not to have done that എന്നാണ്. അവിടെയും നമുക്ക് വല്ലാത്ത ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വേ അല്ല അത്. നമുക്ക് പറയുമ്പോഴും അത് വലിയ സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഡിൻറ്റ് ഉപയോഗിക്കാം, കാരണം രണ്ടിൻ്റെയും മീനിങ് സെയിം തന്നെയാണല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ, ഇപ്പോൾ ഷുഡ് ആണെങ്കിൽ ഐ ഷുഡ് ഗോ ദർ, എനിക്കവിടെ പോകണം എന്നാണ്. ഷുഡ് ഐ ഗോ ദർ എന്ന് ചോദിച്ചാൽ ഷുഡ് എന്നതിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, സബ്ജക്റ്റ് സെക്കൻഡ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഷുഡ് ഐ ഗോ ദർ, ഞാൻ അവിടെ പോകണോ എന്നാണ്. പക്ഷേ ought to ആണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ വരിക? ought I to go there, ought I to go there എന്നാണ് വരിക. അതും നമുക്ക് പറയുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേ ആണ് എന്ന് തോന്നുന്നില്ല. പറയുമ്പോഴും വലിയ സുഖമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഡ് ഐ ഗോ ദർ, അവിടെയൊക്കെ ഷുഡ് ഉപയോഗിക്കുന്നതാവും നല്ലത്. വാട്ട് ടൈം ഷുഡ് ഐ ഗെറ്റ് ദർ, ഞാൻ അവിടെ എത്ര മണിക്ക് എത്തണം, ഷുഡാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചത്. ആ സെൻറ്റൻസിൽ നമുക്ക് ought to ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്ട് ടൈം ഷുഡ് ഐ ഗെറ്റ് ദർ, വാട്ട് ടൈം ought I to get there, ought I to get there എന്നാണ് ചോദിക്കേണ്ടത്. അവിടെയും നമുക്ക് അത് പറയുമ്പോഴോ അതുപോലെ അത് കേൾക്കുമ്പോഴോ ഒരു സുഖമില്ല. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ടെക്നിക്കലി അത് കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വേർബ് നോക്കാം. സപ്പോസ് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സപ്പോസ് ടു ഉപയോഗിക്കുന്നത് ഷുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് അതിന്. ഐ ഷുഡ് ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകണം എന്നല്ലേ. ഐ ആം സപ്പോസ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു മീനിങ്ങിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഐ ഷുഡ് ഗോ ദർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് എൻ്റെ, ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ്, അതായത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് പോകണം. ഐ ഷുഡ് ഗോ ദർ അത് എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ അഭിപ്രായമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഐ ആം സപ്പോസ് ടു ഗോ ദർ എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നതല്ല,
മറ്റുള്ളവർക്ക് തോന്നുന്നതാണ്, മറ്റുള്ളവർ എന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഐ ആം സപ്പോസ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകണമെന്ന് ഞാനല്ല അത് ആലോചിക്കുന്നത്, അതെൻ്റെ അഭിപ്രായമല്ല, അതല്ലെങ്കിൽ അതാണ് റൈറ്റ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവർ എന്നിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു. someone else thinks it's right, അല്ലാതെ ഞാനല്ല, മറ്റുള്ളവരാണ് തിങ്ക് ചെയ്യുന്നത്. ഷുഡാണെങ്കിൽ ഞാൻ സ്വയം തിങ്ക് ചെയ്യുന്നതാണ്, ഞാൻ സ്വയം അത് എൻ്റെ മനസ്സിലുള്ളതാണ്, അതാണ് റൈറ്റ് എന്ന്. അപ്പോൾ ഐ ഷുഡ് ബി ദർ, ഞാൻ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നു. ഐ ആം സപ്പോസ് ടു ബി ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാം. കമ്പനിയിലെ ബോസ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. മോർണിംഗ് 9 o'clock മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം അത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, വളരെ ബോറിംഗ് ആയിരിക്കും ആ മീറ്റിംഗ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കമ്പനിയിലെ ബോസിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 o'clock മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു, പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുകയാണ്, ഐ ആം സപ്പോസ് ടു ബി ദർ അറ്റ് 9. ഐ ആം സപ്പോസ് ടു ബി ദർ അറ്റ് 9. ഞാൻ അവിടെ 9 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ അവിടെ പോകണം 9 o'clock ഇല്ല, നിങ്ങളുടെ അഭിപ്രായം അല്ല, നിങ്ങളത് ശരിയാണെന്ന് വിചാരിക്കുന്നും ഇല്ല. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിക്കുന്നത് ആരാണ്? കമ്പനിയിലെ ബോസ്. മനസ്സിലായില്ലേ? ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ വാസ് സപ്പോസ് ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു. ഐ വാസ് സപ്പോസ് ടു ഡു. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല, മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നും ഇല്ല. അതുകൊണ്ടാണ് ഐ വാസ് സപ്പോസ് ടു ഫിനിഷ്. പക്ഷേ അത് ഫിനിഷ് ചെയ്തിട്ടില്ല, ഞാനിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ അത് ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ്. ഐ വാസ് സപ്പോസ് ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ് യെസ്റ്റർഡേ. നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ. ഐ ഷുഡിൻറ്റ് കം വിത്ത് യു ടു ദ സിനിമ. ഐ ആം സപ്പോസ് ടു ബി റിവൈസിങ് മൈ ലെസൺസ്. ഇവിടെ ഞാൻ നിൻ്റെ കൂടെ ഇപ്പോൾ സിനിമയ്ക്ക് വരാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് കം വിത്ത് യു ടു ദ സിനിമ. എന്തുകൊണ്ടാണ്? ഐ ആം സപ്പോസ് ടു, ഞാനിപ്പോൾ ചെയ്യേണ്ടത് ശരിക്കും ലെസൺസ് റിവൈസ് ചെയ്യലാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പക്ഷേ അതാണ് മറ്റുള്ളവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. ഈ സമയത്ത് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഐ ആം സപ്പോസ് ടു, മറ്റുള്ളവർ എന്നിൽ നിന്ന് ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ലെസൺസ് റിവൈസ് ചെയ്യലാണ്. അതുകൊണ്ട് ഐ ഷുഡ് നോട്ട് കം വിത്ത് യു ടു ദ സിനിമ. അപ്പോൾ സപ്പോസ്ഡ് ടു ഉപയോഗിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തത് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ എന്നത് ഷുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഷുഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരാളെ ഉപദേശിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതും ഉപദേശം തന്നെയാണെങ്കിലും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഉപദേശം. ചിലപ്പോൾ അതൊരു വാർണിംഗ് പോലെ വരും, അതല്ലെങ്കിൽ ഒരു ത്രെറ്റ്. ആ രീതിയിലും ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം. അപ്പോൾ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ നമുക്ക് ഹാഡ് ബെറ്ററാണ് ഉപയോഗിക്കേണ്ടത്. യു ഷുഡ് ഗോ ദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകണം. അത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ഉപദേശമാണ്. അപ്പോൾ ആ ഉപദേശം ചിലപ്പോൾ നമുക്ക് അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ഒക്കെ ചോയ്സ് ഉണ്ട്. പക്ഷേ യു ഹാഡ് ബെറ്റർ ഗോ ദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകുന്നതാണ് നല്ലത് എന്നായി. അപ്പോൾ പോകുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ പോകാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ലേ. അപ്പോൾ ഹാഡ് ബെറ്റർ ഗോ, യു ഹാഡ് ബെറ്റർ ഗോ ദർ എന്ന് പറയുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, ഗോ. അല്ലാതെ വെൻറ്റ് എന്നോ ഗോയിങ് എന്നോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ ഗോ ദർ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങളൊരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ചോയ്സ് ഇല്ല, അത് അനുസരിക്കുക തന്നെയാണ് നല്ലത്. പക്ഷേ ഷുഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ചോയ്സ് ഉണ്ട്. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, അത് അനുസരിക്കുക തന്നെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ഹാഡ് ബെറ്റർ ലീവ് നൗ ഓർ യു വിൽ മിസ് ദ ട്രെയിൻ.
അവിടെ എന്താണ് കോൺസിക്വൻസ് ഉണ്ടാകാൻ പോകുന്നത്? ബാഡായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്താ? ട്രെയിൻ മിസ്സായി പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ലീവ് നൗ ഓർ യു വിൽ മിസ് ദ ട്രെയിൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ് എന്ന്. ഒരിക്കലും അത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലെ കാര്യങ്ങൾക്കും ഫ്യൂച്ചർ ടെൻസിലെ കാര്യങ്ങൾക്കുമാണ്. ഹാഡ് ബെറ്റർ. പിന്നെ ഇതിന് ഒരു പാസ്റ്റ് ടെൻസ് ഇല്ല. ഹാഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തോന്നും അത് പാസ്റ്റ് പെർഫെക്റ്റിലാണല്ലോ ഹാഡൊക്കെ വരുന്നത്, അതുകൊണ്ട് ഹാഡ് ബെറ്റർ ഗോൺ എന്നൊക്കെ ഉപയോഗിക്കാം എന്ന്. ഒരിക്കലും പാടില്ല. ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം. യു ഹാഡ് ബെറ്റർ ഫിനിഷ് എവറിത്തിങ് ടുഡേ ബിക്കോസ് യു വോണ്ട് ഹാവ് ടൈം ടുമാറോ. നിങ്ങൾക്ക് നാളെ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം നിങ്ങൾ ഫിനിഷ് ചെയ്യണം എന്നാണ്. യു ഹാഡ് ബെറ്റർ, അതാണ് നല്ലത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് എന്ന് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഷുഡ്, ഓട്ട് ടു, ഹാഡ് ബെറ്റർ, സപ്പോസ് ടു ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ റൈറ്റ് ആണ്, ശരിയാണ് എന്ന് തിങ്ക് ചെയ്യും, അത് എക്സ്പ്രസ് ചെയ്യുന്നതിന്. അതല്ലെങ്കിൽ പിന്നെ ശരിയാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഈ വാക്കുകളൊക്കെ, ഈ വേർബ്സൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഷുഡ് ആൻഡ് ഓട്ട് ടു, ഇത് സെയിം തന്നെയാണ് അതിൻ്റെ മീനിങ്. മാറി മാറി ഉപയോഗിക്കാം എങ്കിലും ഓട്ട് ടു ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓട്ട് ടു കുറേ കൂടി ഫോർമൽ ആണ്, മാത്രമല്ല അത് ഓൾഡ് ഫാഷൻഡ് ആണ്. വളരെ വളരെ കുറച്ചേ അത് ഉപയോഗിക്കാറുള്ളൂ. പ്രത്യേകിച്ചും മോഡേൺ സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കാറേ ഇല്ല. സപ്പോസ് ടു ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് തിങ്ക് ചെയ്യുന്നത് എന്ന് പറയുന്നതിനാണ് സപ്പോസ് ടു ഉപയോഗിക്കുന്നത്. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് ഒരു വാണിംഗ് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുന്നതിന് ആണ്. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അവിടെ പോകുന്നതാണ് നല്ലത്, ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, ബാഡ് കോൺസിക്വൻസസ് ഉണ്ടാകും എന്നുകൂടി അതിൽ ഒരു സൂചനയുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.